മഴ തോരും മുമ്പേൽ സ്റ്റാലിൻ അലീനയോട് മാപ്പ് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ വേറെ യാതൊരു വഴിയുമില്ല എന്ന് കാണാൻ കഴിയും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ അലീന തൻ്റെ കാര്യങ്ങളെല്ലാം, തൻ്റെ വളർച്ചയും തൻ്റെ വീഴ്ചയും തൻ്റെ പോരായ്മയും തൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടം വരെ എത്തിയ എല്ലാ കാര്യങ്ങളും ആ അടുക്കളയിലെ കുക്കിംഗ് ചേട്ടനോട് പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അദ്ദേഹമാണെങ്കിൽ സ്റ്റാലിൻ ജോസഫായ അലീനയുടെ അച്ഛൻ്റെ, തങ്ങളുടെ എല്ലാം ബോസായ കേണലിൻ്റെ കഥയും കുറച്ചൊക്കെ അലീനയോട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ രാത്രിയായിരിക്കുകയാണല്ലോ സമയം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കാണെങ്കിൽ ഭക്ഷണമൊക്കെ റെഡിയായി മോളൊന്ന് പോയി സാബിനോട് സാബിനെ വിളിക്കാനായിട്ട് പറയുമ്പോൾ അലീന വളരെയധികം സന്തോഷത്തോടെയാണ് അച്ഛനെ വിളിക്കാനായിട്ട് പോകുന്നത്. ഒടുവിൽ അച്ഛൻ്റെ ആ അവസ്ഥ കാണുന്നതും അലീന വളരെയധികം സങ്കടപ്പെടുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാലിൻ തലയ്ക്ക് വെളിവില്ലാതെ വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മുറി തുറന്ന അലീന കാണുന്നത് ആ രംഗമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അലീന വാതിലടച്ച് അതായത് അവിടെ നിന്ന് നടന്ന് നീങ്ങുകയാണ്. തുടർന്ന് സ്റ്റാലിൻ അത് തിരിച്ചറിയുന്നുണ്ട്. എന്തോ അലീനയ്ക്ക് മദ്യപിക്കുന്നത് ഇഷ്ടമല്ല എന്ന് തിരിച്ചറിയുന്ന സ്റ്റാലിൻ, അതായത് തൻ്റെ മുറിയിൽ ഇങ്ങനെയൊന്നും അനുവാദമില്ലാതെ ഇങ്ങനെ നടക്കുന്നതും ഒക്കെ അലീനയെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന സ്റ്റാലിൻ തിരിച്ചറിയാതെ പോകുന്നത് അലീനയുടെ അടുത്ത് ഇതൊന്നും നടക്കില്ല എന്നാണ്. ഒടുവിൽ തൻ്റെ കാര്യസ്ഥനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കാര്യസ്ഥനും പറയുന്നത് അലീനയുടെ മുൻപിൽ തോറ്റു കൊടുക്കരുത്, എല്ലാം നമുക്ക് ശരിയാക്കണമെന്ന് പറയുന്നതാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ കാണാനായിട്ട് സാധിക്കുക. തുടർന്നാണെങ്കിൽ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് സ്റ്റാലിൻ. തൻ്റെ അവസ്ഥകളും തൻ്റെ ദോഷവും നല്ലതും വശങ്ങളും ഒക്കെ അലീനയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം അലീന പറയുന്നുണ്ട്, എൻ്റെ ചിട്ടയ്ക്കനുസരിച്ചും എൻ്റെ രീതിക്കനുസരിച്ചും മാത്രമേ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്നും പറഞ്ഞല്ലേ അച്ഛനിൽ നിന്നും എന്നെ ഏറ്റുവാങ്ങിയത്. അപ്പോൾ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്വവും കടമയും നിങ്ങളുടേതാണെന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനല്ലേ എൻ്റെ അച്ഛനായ നിങ്ങൾ ശ്രമിക്കേണ്ടത്. കാരണം നിങ്ങളെന്നെ ഏറ്റെടുത്തല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ എന്തു ചെയ്യാനായിട്ട് കഴിയും എന്ന് അലീന സ്റ്റാലിനോട് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ ഭാഗത്തും വീഴ്ച പറ്റിയിരിക്കുന്നുണ്ട്. ഞാൻ നിന്നെ മര്യാദ പഠിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ നീ നിൻ്റെ അച്ഛനെ നേർവഴിക്ക് നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് നിന്നോട് ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. ഞാൻ മദ്യപിച്ച് നിൻ്റെ മുറിയിലേക്ക് വരാനായിട്ട് പാടില്ലായിരുന്നു. തന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഒടുവിൽ അലീന ഒന്നും പറയാതെ നിൽക്കുമ്പോൾ സ്റ്റാലിൻ തന്നെ നാണം കെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ.